Hello students, welcome to my YouTube channel. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിലെ ചെറിയൊരു ടോപ്പിക്കാണ്. 7th സെമ്മിലെ നഴ്സിംഗ് റിസർച്ചിന്റെ കൂടെ ഒരു ചെറിയ പോർഷൻ ആയിട്ടാണ് സ്റ്റാറ്റി വരുന്നുള്ളൂ. എന്നാലും മറ്റ് നഴ്സിംഗ് സബ്ജക്ട്സിനെ ഉപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. കാരണം ഇതിനകത്ത് പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഇതൊരു ബോറിംഗ് ആയിട്ടൊക്കെ ഫീൽ ചെയ്തേക്കാം. ഈ ഒരു വീഡിയോസിൽ കൂടെ നമ്മൾ KUHSന്റെ സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് മാക്സിമം ഡിസ്കസ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഇതാണ് നമ്മുടെ സിലബസ്. ഈ വീഡിയോയിൽ കൂടെ ഡെഫിനിഷനും അതുപോലെ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സും ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിന്റെ തന്നെ ഒരു ബ്രാഞ്ച് ആണ്. ഇത് ചെയ്യുന്നത് ഡാറ്റ കളക്ഷൻ തൊട്ട് അതിന്റെ പ്രസന്റേഷൻ വരെയുള്ള ചില സ്റ്റെപ്സ് ആണ്. അതായത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു, അത് അനലൈസ് ചെയ്യുന്നു, അതുപോലെ പ്രത്യേക ഒരു ഓർഡറിൽ അത് ഓർഗനൈസ് ചെയ്യുന്നു. അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്ത് അതായത് മനസ്സിലാക്കി എടുക്കുന്നു. പിന്നെ ആ റിസൾട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു, പ്രസന്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നഴ്സിംഗ് സ്റ്റുഡൻസും അതുപോലെ ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ, അത് അവരുടെ വർക്കിൽ എന്തെങ്കിലും പ്രയോജനം ചെയ്യുമോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ യൂസ് ആണ്, പ്രത്യേകിച്ച് ഹെൽത്ത് സെക്ടറിൽ. അപ്പൊ പ്രധാനപ്പെട്ട യൂസ് എന്ന് പറയുന്നത് ഡിസീസസിന്റെ സ്പ്രെഡ് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എപ്പിഡമോളജി സ്റ്റഡിയിൽ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ COVID-19 പാൻഡമിക്കിന്റെ സമയത്ത് ഗവൺമെന്റ് ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് പുറത്തുവിടുമായിരുന്നു ന്യൂസിൽ കൂടെ. അതായത് ഇന്ന് എത്ര പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എത്ര ആളുകൾ റിക്കവർ ആയിട്ടുണ്ട്, അതുപോലെ ഡെത്ത് റേറ്റ് എന്തൊക്കെയാണ്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ന്യൂസിലൂടെ കാണാൻ പറ്റുമായിരുന്നു. അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ഡാറ്റാസ് പിന്നീട് വാക്സിനേഷന്റെ ക്യാമ്പയിൻസ് നടത്തുന്നതിനും അതുപോലെ ലോക്ക്ഡൌൺ നടത്തുന്നതിനും മറ്റു പ്രിവെന്റീവ് ആക്ഷൻ എടുക്കുന്നതിനും ഒക്കെ ഗവൺമെന്റിനെ സഹായിക്കുമായിരുന്നു. അപ്പൊ അതായിരുന്നു ഒരു യൂസ്, ഡിസീസസിന്റെ സ്പ്രെഡ് ട്രാക്ക് ചെയ്യാം. ഇനി രണ്ടാമത്തെ യൂസ് ആണ് ക്ലിനിക്കൽ ട്രയൽസ് ഡിസൈൻ ചെയ്യാം. അതായത് ഇപ്പൊ ഒരു പുതിയ ഡ്രഗ് നമ്മൾ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഇറക്കുന്നതിന് മുന്നായിട്ട് ഒരുപാട് ക്ലിനിക്കൽ ട്രയലുകൾ ചെയ്യും, ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തിട്ട് അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വെച്ചിട്ട് അനലൈസ് ചെയ്യും. കറക്റ്റ് നല്ല എഫക്റ്റീവ് ആണെങ്കിൽ മാത്രമാണ് അത് ആളുകളിലേക്ക് എത്തിക്കുകയുള്ളൂ. അപ്പൊ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂസ് ആണ് ക്ലിനിക്കൽ ട്രയൽസ് ഡിസൈൻ ചെയ്യാന്നുള്ളത്. അടുത്തതായിട്ട് മെഡിക്കൽ ടെസ്റ്റുകൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ പുതിയതായിട്ട് ഒരു മെഡിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡയഗ്നോസ്റ്റിക് മെത്തേഡ് ഇൻവെന്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ അതിപ്പോ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ആയിരിക്കാം. അത് എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് കാണാനായിട്ട് അതിന്റെ സെൻസിറ്റിവിറ്റിയും സ്പെസിഫിസിറ്റിയും കണ്ടാൽ മതി. സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് രോഗികളായിട്ടുള്ളവരിൽ എത്രത്തോളം രോഗികളെ കണ്ടുപിടിക്കാനായിട്ട് ആ ടെസ്റ്റ് സഹായിച്ചിട്ടുണ്ട്. ഇനി സ്പെസിഫിസിറ്റി എന്ന് പറയുമ്പോൾ രോഗികളല്ലാത്തവരെ തിരിച്ചറിയിക്കാനായിട്ട് ആ ടെസ്റ്റ് സഹായിക്കുന്നുണ്ടോ. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് ഒരു മെഡിക്കൽ ടെസ്റ്റ് കറക്റ്റ് ആണോ ആക്യുറേറ്റ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തൊരു യൂസ് ആണ് റിസോഴ്സ് അലോക്കേഷൻ. ഒരു ഹോസ്പിറ്റലില് എത്രത്തോളം ബെഡിങ് ആവശ്യമുണ്ട്, സ്റ്റാഫുകൾ, എക്യുപ്മെന്റ്സ് ആവശ്യമുണ്ട് എന്നൊക്കെ നമുക്ക് ഇപ്പോൾ ഉള്ള പേഷ്യൻസിന്റെ ട്രെൻഡ്സ് അനുസരിച്ചിട്ട് അതുപോലെ അഡ്മിഷൻസ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ അനുസരിച്ച് നമുക്ക് ഭാവിയിലേക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഹോസ്പിറ്റലിലെ നീഡ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഒരു പേഷ്യന്റിന് ഹെൽപ്ഫുൾ ആവുന്ന ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് സെലക്ട് ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള ഡാറ്റാസ് ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഇപ്പം ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ഒരു പ്രധാനപ്പെട്ട 2 ട്രീറ്റ്മെന്റ് ആണ് സർജറിയും റേഡിയേഷൻ തെറാപ്പിയും. ഒരു സ്റ്റഡി നടത്തിയപ്പോൾ സർജറി ചെയ്ത പേഷ്യൻസിൽ 80% ക്യൂർ റേറ്റ് ഉണ്ട്, എന്നാൽ റേഡിയേഷൻ ചെയ്തവരിൽ 60% ക്യൂർ റേറ്റ് ഉള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഡോക്ടേഴ്സ് ഓപ്റ്റ് ചെയ്യുന്നത് സർജറി എന്നുള്ള മെത്തേഡ് ആയിരിക്കും, കാരണം അതിലായിരിക്കും ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ ഓരോരോ ട്രീറ്റ്മെന്റ് സെലക്ട് ചെയ്യുമ്പോഴും ഏതിനാണ് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് അതനുസരിച്ചിട്ട് പേഷ്യൻസിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള ഡാറ്റാസ് ഹെൽപ്പ് ചെയ്യും. ഇനി ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസിന് ഇനി ഭാവിയിലേക്കുള്ള ഇൻഷുറൻസ് പ്ലാനിങ്ങിന് എത്രത്തോളം കോസ്റ്റുകൾ ഇനി വരും, അതുപോലെ എന്തൊക്കെ റിസ്ക് ആണ് ഇതിലേക്ക് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് ഇൻഷുറൻസ് കമ്പനീസിനെ ഈ ഡാറ്റാസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയും നേരം ഹെൽത്ത് സെക്ടറിൽ മൊത്തത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ യൂസ് എന്തായിരുന്നു നമ്മൾ നോക്കി. ഇനി പർട്ടിക്കുലർലി നഴ്സിംഗിൽ എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് പേഷ്യന്റ് കെയർ ഇവാലുവേഷൻ.
അതായത് ഇപ്പൊ ഒരു നഴ്സ് ഒരു പേഷ്യന്റിന് ഒരു കെയർ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ പേഷ്യന്റിന്റെ ഹെൽത്ത് മോണിറ്റർ ചെയ്യും. മോണിറ്റർ ചെയ്ത് കഴിയുമ്പോൾ പേഷ്യന്റിന് പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം ആണ്, അതായത് പേഷ്യന്റിന്റെ കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള കെയർ ക്വാളിറ്റി കെയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഒരു കെയറിന്റെ ഇഫക്റ്റീവ്നെസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക് ഡാറ്റ ഉപയോഗിക്കാം. ഇനി നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സിനെ റിസർച്ച് ഡാറ്റ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബെസ്റ്റ് നഴ്സിംഗ് ഇന്റർവെൻഷൻസ് സെലക്ട് ചെയ്തിട്ട് പേഷ്യൻസിന് ഇംപ്ലിമെന്റ് ചെയ്യാനും ഒരു നഴ്സിനെയും റിസർച്ച് ഡാറ്റ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ ആണ് സ്റ്റാഫിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ്. ഓരോ ഹോസ്പിറ്റലിലെ വർക്ക് ലോഡ് അനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള സ്റ്റാഫിനെ നിയമിക്കാനായിട്ട് ഈ ഡാറ്റ അനലൈസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. ഇനിയും ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ് സെലക്ട് ചെയ്യുന്നതിലും ഇതിനൊരു റോൾ ഉണ്ട്. അതായത് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, ഹോസ്പിറ്റൽ അഡ്മിഷന് ശേഷം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ എത്രത്തോളം ആൾക്കാർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഫോളോ ചെയ്തപ്പോൾ, എക്സാമ്പിൾ ആയിട്ട് ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ് ചെയ്തപ്പോഴോ PPEs യൂസ് ചെയ്തപ്പോഴോ ഒക്കെ ആ ഇൻഫെക്ഷൻ റേറ്റ് കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പൊ അങ്ങനെ കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രാക്ടീസ് ഇനിയും ഫോളോ ചെയ്യാം, അത് എഫക്റ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മറ്റൊരു കാര്യമാണ് മെഡിക്കേഷൻ സേഫ്റ്റി. മെഡിക്കേഷൻ സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആന്റിബയോട്ടിക്സ് കൊടുത്തിട്ടുള്ള 50% ആൾക്കാർക്കും എന്തെങ്കിലും സിവിയർ ആയിട്ടുള്ള അലർജിക് ആയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ മറ്റു സേഫ് ആയിട്ടുള്ള ഒരു ഡ്രഗിലേക്ക് സ്വിച്ച് ചെയ്യണം എന്നാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഈ ഡാറ്റാസ് സഹായിക്കും. ഇനി മറ്റൊന്ന് നഴ്സിംഗ് റിസർച്ചിൽ തന്നെയാണ്. അതായത് നഴ്സിംഗ് ആ ഒരു പ്രാക്ടീസ് അഡ്വാൻസ് ചെയ്യാനായിട്ടുള്ള പുതിയ പുതിയ മെത്തേഡ്സ് കണ്ടുപിടിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളിലുള്ള ഡാറ്റ കളക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഒക്കെ ഈ സ്റ്റാറ്റി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നഴ്സിംഗ് എഡ്യൂക്കേഷനിലും ട്രെയിനിങ്ങിലും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് നോക്കാം. ഇപ്പൊ നമ്മളൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റ് ഒക്കെ നടത്തും, അതിന്റെ സ്കോർ ഒക്കെ അനലൈസ് ചെയ്യും. അങ്ങനെ സ്കോർ എല്ലാം അനലൈസ് ചെയ്ത് പഠിക്കുന്നത് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും അങ്ങനെ ഇവൻച്വലി എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസും പെർഫോമൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഓരോ ഹോസ്പിറ്റലിലെയും അതിന്റെ പോളിസീസ് ഡെവലപ്പ് ചെയ്യാനും പ്രോട്ടോകോൾസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഇത്തരം ഡാറ്റ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് പേഷ്യന്റ് കെയറിന്റെ ഏരിയയിലേക്ക് എവിടെയെല്ലാം നമുക്ക് ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടത്, അതുപോലെ ഏതൊക്കെ ഏരിയയിൽ കുറവുണ്ട്, എന്തെല്ലാം സൊല്യൂഷൻസ് കൊണ്ടുവരാം, ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടെത്താനായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ വെറുതെ പഠിക്കുന്നതല്ല, ശരിക്കും അത് നഴ്സിംഗ് ഫീൽഡിൽ കുറെ അധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് നമ്മൾ നോക്കി, ഹെൽത്ത് സെക്ടറിലും എസ്പെഷ്യലി നഴ്സിംഗിലും എന്തൊക്കെയാണ് അതിന്റെ യൂസ് എന്ന് നമ്മൾ നോക്കി. സോ ഇതിന്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഇനി മീഡിയൻ അതുപോലെ കുറെ പ്രോബ്ലംസ് ഇതൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാനായിട്ട് പറ്റും. സോ താങ്ക് യു.